ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മഞ്ഞും മഴയുമേറ്റ് തുരുമ്പിച്ച് കാലഹരണപ്പെട്ട വണ്ടിയാ. ഇതിനാരും അവകാശികളുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നമ്മളെ ഇതിന്റെ അവകാശികള്. പറക്കം തളിക. ജഗനെവിടെ? നിങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്തായി? ഓ, എന്താവാനാ, അവരന്വേഷിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ ദിവസവും വരുന്നത് പോലൊരു മാൻ മിസ്സിംഗ് കേസ്. നമ്മുടെ വികാരം അവർക്കുണ്ടാവണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും തെറ്റാ. അച്ഛമ്മേ, ഈ ഏട്ടത്തി അച്ഛമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടല്ലോ. എന്താ അച്ഛമ്മേ പറഞ്ഞത്? ഇങ്ങനെ കൈ തടവാനും തൈല വിട്ട് തരാനും സമയാസമയത്ത് ഗുളികയും ആഹാരവും ഒക്കെ തരാനും അധിക നാള് ഞാൻ ഉണ്ടാവില്ലെന്ന് അച്ഛമ്മയോട് പറഞ്ഞതാ. പ്രകാശേട്ടൻ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ അച്ഛമ്മയെ ഞാൻ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയേനെ, പൊന്നുപോലെ നോക്കിയേനെ. അച്ഛമ്മ പേടിക്കണ്ട. സുചിത്രയെടുത്തി പുതിയ വീട്ടിലേക്ക് മാറിയാലും അച്ഛമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും അവിടെ. അച്ഛനും അമ്മയും തിരികെ വന്നിട്ടേ ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോകുന്നുള്ളൂ. പോരെ? ഇനി എനിക്ക് നടക്കാൻ വയ്യ മാധവേട്ട. അല്പനേരം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഇതേതാ ഈ സ്ഥലം? ഇനിയും ഇങ്ങനെ എത്ര ദൂരം നടക്കാനാ? ഒച്ചയും ബഹളവും ആൾപ്പാർപ്പും ഒന്നുമില്ലാത്ത സ്ഥലം. കാണുമ്പോ തന്നെ പേടി തോന്നുക. ചീവീടിന്റെ ഒച്ചയല്ലാതെ ഒരു മനുഷ്യ ശബ്ദം പോലും കേൾക്കാനില്ല. നിനക്ക് പേടിയാകുന്നുണ്ടോ ചന്ദ്രു? ഇല്ല, മാധവേട്ടനൊപ്പം ഉള്ളപ്പോ ഈ യാത്ര ഏത് നരകത്തിലേക്കായാലും എനിക്ക് പേടിയില്ല. ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്, മരിക്കുന്നെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെ. ദൈവത്തെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഈ യാത്ര. അങ്ങനെ ആശ്രയത്തിനായി ആരെയും മനസ്സിൽ സങ്കല്പിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കൾക്ക് പോലും നമ്മളെ വേണ്ട, ദൈവങ്ങൾക്കും വേണ്ട. മാധവേട്ട, വേണ്ട. ദൈവങ്ങളെ മാത്രം നിന്ദിച്ചു പറയരുത്. ഒരു ദൈവത്തിന് മുന്നിൽ നിന്നല്ലേ തല ചായ്ക്കാൻ ഇടമില്ലാതെ നമ്മൾ ഈ യാത്ര തിരിച്ചത്. എന്നിട്ട് നേരം എത്രയായി? പൊട്ടിപ്പൊളിഞ്ഞ ഒരു മേൽക്കൂരയെങ്കിലും കിട്ടിയോ നമുക്ക് കിടന്നൊന്നും നടുനിവർക്കാൻ? ഒരു ദൈവങ്ങളും നമ്മളോട് പ്രസാദിക്കില്ല ചന്ദ്രു. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല. മാധവേട്ട, അതൊരു ചെറിയ വീടല്ലേ? വീടാണെന്ന് തോന്നുന്നില്ല. ചുറ്റിനും കെട്ടിയടച്ച വീട് പോലുള്ള എന്തോന്ന. ദൈവമേ, ഇതൊരു ബസ്സാണല്ലോ. ദൈവം കൈവിട്ടില്ല. ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ വാഹനം നമുക്ക് ദൈവം കാണിച്ചു തന്നാ മാധവേട്ട. മഞ്ഞും മഴയുമേറ്റ് തുരുമ്പിച്ച് കാലഹരണപ്പെട്ട വണ്ടിയാ. ഇതിനാരും അവകാശികളുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നമ്മളെ ഇതിന്റെ അവകാശികള്. പറക്കം
പറക്കും തളിക. ഒരു കാലത്ത് പറക്കും തളികയായിരുന്നതാവും ഈ വാഹനം. ഇനി മാധവന്റെയും ചന്ദ്രികയുടെയും പറന്നു പോകാത്ത കൊട്ടാരമാണ്. എന്താ മനോജേ രാത്രിയില്? പാലുകാച്ചലിന് ക്ഷണിക്കലൊക്കെ എവിടം വരെ ആയി എന്നൊന്ന് അറിയാൻ വന്നതാ. ഓരോരുത്തരെയായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്വന്തം അനിയനെ വിളിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. എന്നെ തീർത്തൊഴിവാക്കാന്ന് വിചാരിച്ചോ? അതോ നിന്നെ ഞാൻ ഇടയ്ക്ക് വിളിച്ചിരുന്നു, അപ്പൊ ഫോൺ കിട്ടിയില്ല. ആ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഫോൺ കിട്ടുമായിരുന്നല്ലോ. ഇപ്പൊ മാത്രമാണല്ലോ ഫോണിന് റേഞ്ച് കിട്ടാത്തത്. മനോജേ, നീ വന്ന കാര്യം പറഞ്ഞ് പോകാൻ നോക്കടാ. ഞാൻ വന്നത് എന്തിനാന്ന് നിങ്ങൾക്കറിയാലോ. എനിക്ക് എന്റെ പണം കിട്ടണം. മനോജേ, നിന്റെ അമ്മായച്ചന്റെ വകയായിട്ടുള്ള വിരട്ടലേ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അയാള് വീടിന്റെ പാല് കാച്ചു കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ പണം കൊടുത്താൽ മതിയെന്നാ ആദ്യം പറഞ്ഞത്. ഇപ്പോ ഗതികെട്ട രാഷ്ട്രീയക്കാരനെ പോലെ വാക്ക് മാറ്റി പറഞ്ഞിരിക്കുന്നു. എടോ ഡാ, പാല് കാച്ചിന്റെ അന്ന് തന്നെ പണം കൊടുക്കണോന്ന്. ഇല്ലെങ്കിലേ എന്റെ ശവമടക്ക് നടത്തുവത്രേ. എന്നാ നീ ചെന്ന് നിന്റെ പുന്നാര അമ്മായച്ചനോട് പറ, എനിക്ക് സൗകര്യമില്ലാന്ന്. പ്രകാശനെ ഒരു ചില്ലി കാശ് പോലും തരാൻ പോകുന്നില്ല. ദേ എന്റെ പണം തന്നില്ലെങ്കിലേ ചേട്ടനാണെന്ന് ഞാൻ നോക്കുകയല്ല. ഓണിച്ച് തോന്നണം നിന്നെ. കൊല്ലും ഞാൻ, കൊല്ലും ഞാൻ. ഒന്ന് നിർത്തുന്നുണ്ടോ? മാനത്തെ കൊട്ടാ